നെയ്യാറ്റിങ്കര വെൺപകലിൽ 28-കാരിയെ കാമുകൻ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത്. വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമായ സൂര്യ ഗായത്രിയാണ് കാമുകൻ നെയ്യാറ്റിങ്കര കൊടുങ്ങാവിള സ്വദേശി സച്ചു ആക്രമിച്ചതെന്നാണ് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. കൃത്യത്തിന് പിന്നാലെ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് സൂര്യയെ ബൈക്കിൽ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. അതേസമയം പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. സൂര്യയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. വിവാഹിതയായ സൂര്യഗായത്രി ഭർത്താവുമായി പിണങ്ങിയ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് നെയ്യാറ്റിങ്കര വെൺപകലിൽ താമസം. ഇന്ന് ഉച്ചയോടെയാണ് സംഭവമെന്നാണ് പറയുന്നത്. യുവതിയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാരടക്കം വിവരം അറിയുന്നതെന്നാണ് പറയുന്നതും. തുടർന്ന് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ എത്തിച്ച സൂര്യഗായത്രിയെ അടിയന്തര ചികിത്സ നൽകിയതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ. ഇവരുടെ നില അതീവ ഗുരുതരമെന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിക്കുന്നത്. നെയ്യാറ്റിങ്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയാണ്. സച്ചുവിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതായിട്ടാണ് നെയ്യാറ്റിങ്കര പോലീസ് പറയുന്നത്. അതേസമയം ഇപ്പോൾ നെയ്യാറ്റിങ്കര കേന്ദ്രീകരിച്ച് നിരവധി അനിഷ്ട സംഭവങ്ങളാണ് നടക്കുന്നത്. ഇക്കഴിഞ്ഞ നാളിൽ തന്നെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വെള്ളണ്ടയ്ക്കടുത്ത് അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തകളും ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. വെള്ളണ്ട സ്വദേശി ജോസ് ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിയായ മകൻ പ്രജിൻ വെള്ളണ്ട പോലീസിന് മുൻപിൽ കീഴടങ്ങിയിരുന്നു. സംഭവം നടന്നത് ബുധനാഴ്ച രാത്രിയായിരുന്നു. വെള്ളണ്ട കിളിയൂരിലെ ചാരുവിള വീട്ടിൽ ജോസും ഭാര്യയും ഏകമകൻ പ്രജിനും ഒരുമിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നത്. ജോസിന്റെ മൃതദേഹം അടുക്കളയിലാണ് കിടന്നിരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജോസിന്റെ മൃതദേഹം രാത്രി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ചൈനയിൽ മെഡിസിന് പഠിക്കുകയായിരുന്നു പ്രജിൻ. കോവിഡിന്റെ സമയത്ത് പഠനം നിർത്തി തിരികെ നാട്ടിലെത്തി. തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്ന കാരണം കൊണ്ടാണ് പ്രതി അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ. സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ പ്രജിൻ പോലീസിനോട് ഇക്കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. സംഭവത്തിൽ പ്രജിനെ പോലീസ് ചോദ്യം ചെയ്ത് വന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. സംഭവ സമയത്ത് അമ്മ സുഷമകുമാരി വീട്ടിലുണ്ടായിരുന്നു. ബോധരഹിത ഇവരെ പോലീസ് വെള്ളണ്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര നഗരം കേന്ദ്രീകരിച്ച് നിരവധി അനിഷ്ട സംഭവങ്ങളുടെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബശിഥിലങ്ങൾ, ലഹരി ഉപയോഗത്തിന്റെ വർധനവ് തുടങ്ങി ഭീതിതമായ സാഹചര്യത്തിന് ഒറ്റയടിക്ക് നിരവധി കാരണങ്ങളാണ് കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്നത്. അത് തടയാനുള്ള നടപടികൾ ഉണ്ടാവുക എന്നതാണ് ഇത്തരം മാർഗങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഏക മാർഗം. ഇതിന് നേതൃത്വം നൽകേണ്ടത് ഭരണകൂടങ്ങളാണ്. അതിന് കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെ അവ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യുക എന്ന ദൗത്യമാണ് ഭരണകൂടത്തിന് മുന്നിലുള്ളത്. നെന്മാറയിലെ ഇരട്ടക്കൊലപാതകത്തിൽ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട അഖില എന്ന പെൺകുട്ടിയുടെ കരളലിയിപ്പിക്കുന്ന വിലാപത്തിൽ തന്നെ ക്രമസമാധാന പാലകരുടെ നിസ്സംഗത പ്രകടമാണ്. ജാമ്യത്തിലിറങ്ങിയ ചെന്താമര ഭീഷണിപ്പെടുത്തുന്ന കുടുംബം നിരന്തരം പരാതി നൽകിയിട്ട് പോലും അത് ഗൗരവത്തിൽ പോലീസ് എടുക്കാത്തതാണ് ഇത്തരത്തിൽ ചില സംഭവങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ കാരണം. സംസ്ഥാനത്ത് കൊലപാതകങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പൊതുവെ സമൂഹ ജീവിതം സമാധാനപരമായിരുന്ന കോവിഡ് കാലം മുതലാണ് ഈ വർധനവ് പ്രകടമായെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയോടെയുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടുതൽ ഭയാനകമായ സാഹചര്യങ്ങൾക്കായിരിക്കും നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.